ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന് നമ്മുടെ 48ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 4 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോകൾ കാണാനും കൂടിയാണ് ഈ ഗ്യാപ്പ് ഇട്ടത്. നമ്മൾ കൺജക്ഷൻസിലാണ് പഠിച്ചിരുന്നത്. കൺജക്ഷൻസിൽ ആദ്യം കോർഡിനേറ്റീവ് കൺജക്ഷൻ, പിന്നെ സബോർഡിനേറ്റീവ്, ഇന്ന് 3ാമത്തെ കൺജക്ഷൻ തുടങ്ങുകയാണ്. കോറിലേറ്റീവ് കൺജക്ഷൻസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കോറിലേറ്റീവ് കൺജക്ഷൻസിൽ എപ്പോഴും 2 ജോഡികൾ വന്ന് 2 വാക്കുകളെയോ വാചകത്തെയോ പരസ്പരം കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ, അല്ലെങ്കിൽ, രണ്ടും, കൂടാതെ, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഗോൾഡൻ റൂള് ആദ്യത്തെ വാചകത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2ാമത്തെ വാചകത്തിൽ അതിൻ്റെ ബാക്കി ഉപയോഗിക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോറിലേറ്റീവ് കൺജക്ഷൻസിൽ വരുന്ന വാക്കുകൾ ഇതാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് കോറിലേറ്റീവ് കൺജക്ഷൻസിൽ ഐദർ ഓർ ആണ് വരിക. ഒന്നുകിൽ അല്ലെങ്കിൽ, ഐദർ ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന ഇതാണ് വരുന്നത്. രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഐദർ ഓർ ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ ഏതാണെന്ന് നോക്കാം. യു ക്യാൻ ടേക്ക് ഐദർ ടീ ഓർ കോഫി. നിനക്ക് ചായയോ കാപ്പിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഐദർ രവി ഓർ സീത വിൽ കം. ഒന്നുകിൽ രവി അല്ലെങ്കിൽ സീത വരും. ഐദർ രവി ഓർ Sita will come. He is either teacher or a doctor. He is either teacher or a doctor. ഒന്നുകിൽ അവനൊരു അധ്യാപകനാവും അല്ലെങ്കിൽ അവനൊരു ഡോക്ടറാവും. We must either study hard or fail. ഒന്നുകിൽ നമ്മൾ നന്നായി പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. ഐ വിൽ ഐദർ ഗോ ടു കൊച്ചി ഓർ ട്രിവാൻഡ്രം. ഒന്നുകിൽ ഞാൻ കൊച്ചിയിലേക്ക് പോകും അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. ഐദർ യു ഓർ ഐ ആം റോങ്. ഒന്നുകിൽ നിന്റെ ഭാഗത്താവും തെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താവും. She can either sing or dance. അവൾക്ക് ഒന്നുകിൽ പാടാം അല്ലെങ്കിൽ ഡാൻസ് കളിക്കാം. Call me either today or tomorrow. Call me either today or tomorrow. ഒന്നുകിൽ എന്നെ ഇന്ന് വിളിക്കാം അല്ലെങ്കിൽ നാളെ വിളിക്കാം. Either my father or my mother cooks. Either my father or mother cooks. ഒന്നുകിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്യും. You must either apologize or leave. You must either apologize or leave. നീ ഒന്നുകിൽ ക്ഷമാപണം നടത്തുക അല്ലെങ്കിൽ പോവുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും അതായത് ദിവസങ്ങളിൽ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.